ഇത് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നൊരു ഡിസ്പ്ലേ ഹോമാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഡിസ്പ്ലേ ഹോംസുകളുണ്ട്. നമുക്ക് കയറി കാണാം. എല്ലാം കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഡീലേഴ്സ്, ഹോം കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് അവരുമായിട്ട് ഡീലുണ്ടാക്കി നമുക്ക് വീട് പണിയോ വീട് മേടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതായത് വാഷ്റൂം, ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയൊക്കെ സെപ്പറേറ്റ് ഉള്ളത്. കബേർഡ്സ് ഉണ്ട് താഴെ. ഇതൊരു ബെഡ്റൂം വിത്ത് ഇവിടെ പറയുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, എൻസ്യൂട്ട് ബാത്റൂം എന്നാണ് പറയുന്നത്. ഇതൊരു ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള വാർഡ്രോബൊക്കെ കൂടിയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇത് എൻസ്യൂട്ട് ബെഡ്റൂമാണ്. നമ്മൾ കോറിഡോറിലേക്ക് കിടക്കുന്നു. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഡിസ്പ്ലേ ഹോമായിട്ട് ഇടുക. അപ്പോൾ ഇതൊരു ലിവിങ് സ്പേസ്, ടി വി ഒക്കെ വെച്ചിട്ട് ഒരു സോഫയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതാണ്. ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് വേണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ഇതിപ്പോൾ ഒരു ഓസ്ട്രേലിയൻ സ്റ്റൈലിലുള്ള റൂമാണ്. ഓക്കെ, ഇത് ലോക്ക്ഡാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം ലോക്ക്ഡാണ്. മേ ബി ഇത് ഗാരാജിലേക്കുള്ള വാതിലാണ്. ഇവിടെ ഒരു ചെറിയ ഒരു പാൻട്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു ഡിഷ് വാഷർ പോലെ ഉള്ളൂ. അത് പുറത്തോട്ട് കിടക്കുന്ന ഏരിയ ആണ്. ഇവിടെ 2 സ്പേസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിതിൻ്റെ മെയിൻ ലിവിങ് റൂമിലേക്ക്, ആദ്യം കണ്ടതൊരു ചെറിയ ലിവിങ് റൂമാണ്. ഇവിടെ ഇതൊരു ബോൾ പാൻട്രി എന്നല്ല, ഇതിനൊരു പേര് പറയും. ഇതൊരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് കുക്ക് ടോപ്പാണ്. കുക്ക് ടോപ്പ് പലതരമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഗ്യാസ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ താഴെ ഗ്രിൽ പ്ലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ പ്ലസ് ഇത് ഡിഷ് വാഷറാണ്. ഡിഷ് വാഷർ. അങ്ങനെ ഇതൊരു ചെറിയ ഏരിയയും കൂടെ ഉണ്ട്. ഇവിടെ കണ്ടോ, എന്തെങ്കിലും നമുക്ക് സ്റ്റോറേജ് റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന കബേർഡ്സും ഒരു മൈക്രോവേവ് ഓവൻ ഒക്കെ ഉണ്ട്. ഇത് ഡൈനിങ് ഏരിയ, ഡൈനിങ് സ്പേസാണ്. അവിടെ നല്ലൊരു ഇതൊക്കെ ഉണ്ട്. പുറത്തെ ഔട്ട്ഡോർ ഡൈനിങ് സ്പേസും കൂടെ ഉണ്ട്. പിന്നെ ഇത് മെയിൻ ലിവിങ് റൂം വിത്ത് സോഫ, പിന്നൊരു ടി വി സ്പേസും. പിന്നെ ഇത് പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറത്തെ ലിവിങ് ഏരിയ ആണ്. അവിടെ വലിയ ബാർബിക്യൂ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഇതൊക്കെയുണ്ട്. അങ്ങനെ നല്ലൊരു ഔട്ട്ഡോർ സ്പേസും കൂടെ ഉണ്ട് ഇവിടെ. ഇനി നെക്സ്റ്റ് ബെഡ്റൂം, അത് അടുക്കളയുടെ പുറകിലായിട്ട് ബെഡ്റൂമുണ്ട്. ഇത് വീണ്ടും വേറൊരു ലിവിങ് റൂം. ഈ വീടിന് ആക്ച്വലി 3 ലിവിങ് റൂം ആയിപ്പോൾ. ഇവിടെ ഇതൊരു ബെഡ്റൂമാണ്. ആദ്യം കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ്. അപ്പോൾ ഇതിന് എൻസ്യൂട്ട് ബാത്റൂം ഇല്ല, പക്ഷേ വാർഡ്രോബൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊരു വാർഡ്രോബാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് കണ്ണാടിയായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ആക്ച്വലി ഇതൊരു ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാർഡ്രോബാണ്. അങ്ങനെ അതിൻ്റെ പുറത്തേക്ക് വിൻഡോസ് ഉണ്ട്.
വീണ്ടും നെക്സ്റ്റ് ബെഡ്റൂമാണിത്. അങ്ങനെ ഇവിടെ എൻസ്യൂട്ട് ബാത്റൂം ഇല്ല. അത് ഇവിടെ ഓസ്ട്രേലിയൻ വീടുകളുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ഒന്നോ മാക്സിമം രണ്ടൊക്കെയാണ് എൻസ്യൂട്ട് ബാത്റൂംസ് ഉണ്ടാവുള്ളൂ. ബാക്കി ബാത്റൂംസ് എല്ലാം കോമൺ ഏരിയയിലായിരിക്കും. ഇപ്പോൾ ദേ ഇവിടെ ഈ രണ്ടെണ്ണത്തിനും വേറൊരു ബെഡ്റൂം കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. അതിനും കൂടെ കോമൺ ആയിട്ട് ഈ ഒരു ബാത്റൂമാണ് ഉള്ളത്. നാട്ടിലെ പോലെ എല്ലാ ബെഡ്റൂമിനും ബാത്റൂംസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതും സെയിം പോലെ ഒരു ബാത്ത് ടബുണ്ട്, ഒരു വെറ്റ് ഏരിയ ഉണ്ട്, പിന്നെ ഇതാ ടോയ്ലറ്റും ഡ്രൈ ഏരിയയും കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇതാ ലാസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടേബിളും കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിന് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ വീടിന് ആക്ച്വലി ഒരു എൻസ്യൂട്ട് ബാത്റൂമാണ് ഉള്ളൂ. ബാക്കി എല്ലാം ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത്. അങ്ങനെ അപ്പോൾ അതാണ് ഈ വീട്.